തെലുങ്ക് സീരിയൽ നടി പവിത്ര ജയറാം മരിച്ച് 6 ദിവസങ്ങൾ പിന്നിടുമ്പോഴും പവിത്രയുടെ സുഹൃത്തും നടനുമായ ചന്ദ്രകാന്തും മരിച്ച വാർത്ത ഞെട്ടലോടെയാണ് തെന്നിന്ത്യൻ ടെലിവിഷൻ ആരാധകർ അറിഞ്ഞത്. പവിത്രയുടെ മരണത്തിൽ മനം നൊന്താണ് ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തത്. കാർ ആക്സിഡന്റിലാണ് പവിത്ര മരണപ്പെടുന്നത്. ആക്സിഡന്റ് നടക്കുമ്പോൾ ചന്ദ്രകാന്തും കാറിൽ ഉണ്ടായിരുന്നു. ആത്മഹത്യയ്ക്ക് മുൻപ് ചന്ദ്രകാന്ത് ഒരു അഭിമുഖത്തിൽ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ആക്സിഡന്റിലല്ല പവിത്ര മരിച്ചതെന്നും അതിനുശേഷമാണ് മരിച്ചതെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ചന്ദ്രകാന്ത് പങ്കുവച്ചത്. ചന്ദ്രകാന്തിന് തലയ്ക്കും കൈക്കുമാണ് പരിക്ക് പറ്റിയത്. പവിത്രയുടെ മരണം നേരിൽ കണ്ട ട്രോമയിലായിരുന്നു നടൻ. അഭിമുഖത്തിൽ ആക്സിഡന്റിനെ കുറിച്ച് പറയുമ്പോഴും ചന്ദ്രകാന്ത് വിതുമ്പുന്നുണ്ടായിരുന്നു. ഇരുവരും വിവാഹം കഴിക്കാൻ വരെ പദ്ധതിയിട്ട സമയത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അപകടം നടക്കുമ്പോൾ കാറിൽ വേറെ 2 പേർ കൂടിയുണ്ട്. അവർക്കൊന്നും കാര്യമായ അപകടം സംഭവിച്ചിട്ടില്ല. പവിത്രയ്ക്കും പ്രത്യക്ഷത്തിൽ അപകടം സംഭവിച്ചതായി തോന്നിയില്ല. ഒരു ബസിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കാർ അപകടത്തെക്കുറിച്ച് ചന്ദ്രകാന്ത് പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ 4 പേർ ഉണ്ടായിരുന്നു കാറിൽ. ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഉച്ചയ്ക്ക് 2:30 ബാംഗ്ലൂർ കടന്നു. എന്നാൽ നല്ല മഴയായിരുന്നു. വൈകുന്നേരം 6:30 ആയപ്പോഴേക്കും നല്ല മഴയായിരുന്നുവെന്നും ചന്ദ്രകാന്ത് പറയുന്നു. വണ്ടി 3 മണിക്കൂറുകളോളം ട്രാഫിക്കിൽ കിടന്നു. അത് കഴിഞ്ഞ് കാർ ഒരു ബസിനെ ഓവർടേക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ആക്സിഡന്റ് നടക്കുന്നത്. ആരും ആക്സിഡന്റിൽ കാര്യമായി ഒന്നും പറ്റിയിരുന്നില്ല. ആക്സിഡന്റിലാണ് പവിത്ര മരിച്ചതെന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. എനിക്ക് എൻ്റെ തലയിലും കൈക്കുമാണ് പരിക്ക് പറ്റിയത്, ചന്ദ്രകാന്ത് പറഞ്ഞു. ഇപ്പുറത്തെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്നെ പവിത്ര കണ്ടിരുന്നു. അത് കണ്ട് പവിത്ര ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് താൻ കണ്ടതാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടപ്പോഴുണ്ടായ ഞെട്ടലിലാണ് പവിത്രയ്ക്ക് ശ്വാസം കിട്ടാത്ത സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഹൃദയാഘാതം ഉണ്ടാവുകയും മരിക്കുകയായിരുന്നെന്നും ചന്ദ്രകാന്ത് പറഞ്ഞു. പവിത്രയ്ക്ക് ഷോക്കിലുണ്ടായ സ്ട്രോക്കാണ് ഉണ്ടായതെന്ന് ഡോക്ടർമാരും പറഞ്ഞു. പവിത്രയെ കൊണ്ടുപോകാൻ ആംബുലൻസ് എത്തിയതും വൈകിയാണ്. അപ്പോഴേക്കും പവിത്ര മരിച്ചിരുന്നു. ആംബുലൻസ് സമയത്തിന് വന്നിരുന്നെങ്കിൽ പവിത്ര ഇന്നും ചിലപ്പോൾ ജീവിക്കുമായിരുന്നു എന്നും ചന്ദ്രകാന്ത് പറഞ്ഞു. പവിത്രയുടെ മരണം തന്നെ വൈകാരികമായി വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പവിത്രയുടെ മരണം ഇപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചന്ദ്രകാന്ത് പറഞ്ഞിരുന്നു. പവിത്രയുടെ മരണശേഷം ചന്ദ്രകാന്തിന്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് നിറയെ അവരെക്കുറിച്ചുള്ള റീലുകളും ചിത്രങ്ങളുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചന്ദ്രകാന്ത് ആത്മഹത്യ ചെയ്തത്. 39 എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് ചന്ദ്രകാന്തും പവിത്രയും തമ്മിൽ പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാകുന്നതും. ഈ സമയം ചന്ദ്രകാന്തിന് മറ്റൊരു ഭാര്യയും മക്കളുമുണ്ട്. വിവാഹിതനാണെങ്കിലും ചന്ദ്രകാന്ത് പവിത്രയുമായുള്ള ബന്ധം തുടർന്നു പോന്നു. ഇത് മനസ്സിലാക്കിയതോടെ ഭാര്യ ശില്പ ചന്ദ്രകാന്തുമായി അകൽച്ചയിലായിരുന്നു.